ശ്രീ ആർ നീലകണ്ഠൻ പറയുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധയോടെ കേട്ടിരുന്നു. അദ്ദേഹം പറയുന്നതിലുള്ള സാങ്കേതിക പ്രശ്നം ഔചിത്യവുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നതാണ്. നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം ചർച്ച ചെയ്തു തുടങ്ങിയതും ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിയമപരമായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദം കൈയാളുന്നയാൾക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നതിനോ പ്രചാര പരിപാടികളിൽ ഏർപ്പെടുന്നതിനോ യാതൊരു നിയമപരമായ തടസ്സങ്ങളില്ല. ഈ വിഷയത്തെ പിൽക്കാലത്ത് ഉണ്ടായ ചില അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വേണം നാം പരിശോധിക്കാൻ. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് സംസ്ഥാനങ്ങളുടെ പൊതുവായിട്ടുള്ള വികസനത്തിനോ പ്രയോജനത്തിനോ ഗുണപരമായിട്ടുള്ള വികാസത്തിനോ ദോഷകരമാണെന്ന് കണ്ടാൽ ആവശ്യമെങ്കിൽ വേണമെങ്കിൽ സമരം ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമരം ഒരുപക്ഷെ പ്രചാര തലത്തിൽ വേണമെങ്കിൽ എല്ലാവരും കൂടെ പണി എടുത്തുകൊണ്ട് ചെയ്യാം, പണി മുടക്കിക്കൊണ്ട് ചെയ്യാം. നാം നോക്കണം, നമ്മുടെ തൊട്ടയിലത്തെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്, അവിടെ MG രാമേന്ദ്രൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മദീന ബീച്ചിൽ ഒരു സമരം നടന്നത്, നിരാഹാര സമരം നടന്നത് ഓർമ്മയുണ്ടാകുമല്ലോ. ഇനി ഈ ശ്രീ ആർ നീലകണ്ഠൻ്റെ നേതാവായിട്ടുള്ള ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിലെ സർക്കാർ നിരന്തരം ഏറ്റുമുട്ടലുകളാണ്. ആ സർക്കാരിനെ കഴുത്തിന് കൂച്ചു വിലങ്ങിട്ട് എപ്രകാരമെങ്കിലും പിരിച്ചുവിടപ്പെടണമെന്ന രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ സംസ്ഥാന ഗവൺമെൻറ്റിലെ അംഗമായിട്ടുള്ള നിരവധി MLA-മാരെ വളരെ മോശപ്പെട്ട കേസുകളിൽ പെടുത്തുന്നുണ്ട്. അതിൽ അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ട്. അവിടുത്തെ പോലീസിൻ്റെ ഭരണ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് കയ്യിലാണ്. അവിടെ അത്തരം നിയമപ്രശ്നങ്ങളുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർ സമരം പ്രഖ്യാപിക്കുന്നുണ്ട്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ശ്രീമതി മമതാ ബാനർജി പല പ്രശ്നങ്ങളും കേന്ദ്രമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അങ്ങനെ ഏറ്റുമുട്ടലുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ താങ്കളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനായി നിയമപരമായിട്ടുള്ള പരിരക്ഷ കിട്ടുന്ന മുഴുവൻ സമരപരിപാടികൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ അവിടെ ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ടും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയിട്ടുള്ള ഒന്നല്ല എന്നാണ് BJP ഉന്നയിക്കുന്നത്. അത് ശരിയുമാണല്ലോ ശ്രീ CP ഉദയഭാനു. താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ജെ ബെൻസി, അദ്ദേഹം സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്, UDF അനുകൂല സംഘടനയുടെ. ശ്രീ ജെ ബെൻസി, നിങ്ങൾ ഉന്നയിക്കുന്ന ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. അതിന് ഒരു സെക്കൻഡ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജെ ബെൻസി കൂടിയുണ്ട്. ശ്രീ ജെ ബെൻസി, ഇപ്പോൾ LDF ആകട്ടെ UDF ആകട്ടെ രണ്ടുപേരും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സെപ്റ്റംബർ 2-ന് പണിമുടക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ആഹ്വാനം UDF-നും കേൾക്കേണ്ടി വരും. കാരണം UDF അനുകൂല സംഘടനകളും സമരത്തിലാണ്, സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഉൾപ്പെടെ സെപ്റ്റംബർ 2-ന്. അല്ല, അതിനകത്ത് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ. ഇതിനകത്ത് അഡ്വക്കേറ്റ് ഉദയഭാനു സംസാരിച്ചപ്പം പറഞ്ഞത്, ഭരണഘടനാപരമായി മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ CR നീലകണ്ഠൻ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, എക്സിക്യൂട്ടീവ് ഹെഡ് ആ ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല. ഇതിനകത്തൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ആരാ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി പാർട്ടിയുടെ ഹെഡ് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ സമരം ചെയ്യുന്നവൻ്റെയും സമരം ചെയ്യാത്തവൻ്റെയും മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സമരം ചെയ്യുന്നതിനെതിരെ പരസ്യമായ പ്രസ്താവന എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. ഒരു ധാർമ്മികതയില്ല. സമരം ചെയ്യാത്തവൻ, അന്ന് യാത്ര ചെയ്യേണ്ടവൻ, സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കേണ്ടവൻ, അവൻ എവിടാ പോവുക? ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഹെഡ് സമരപ്രഖ്യാപനം നടത്താൻ പാടില്ല. പിണറായി വിജയൻ ജീവനക്കാരെ തെക്ക് വടക്ക് ജീവനക്കാരെ തെക്ക് വടക്ക് ട്രാൻസ്ഫർ ചെയ്ത പിണറായി വിജയൻ എതിരെയാണ് ഞങ്ങൾ രണ്ടാം സമരം ചെയ്തത്. BJP-ക്കെതിരെയല്ല, BJP ഗവൺമെന്റിനെതിരെയല്ല, കേരള ഗവൺമെന്റിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അല്ല, ഞങ്ങൾ പറക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഭരണഘടനാപരമായി പ്രസിഡന്റിനും ഗവർണർക്കും മാത്രമേ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാതിരിക്കാൻ പാടുള്ളൂ. അതൊന്നും ശരിയല്ല. ഇതിന് ബാധ്യതയുണ്ട്, ധാർമ്മികതയുണ്ട്. കേരളത്തിൻ്റെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. പിന്നെ അത്തപ്പൂക്കളത്തിലേക്ക് വരാം. അത്തപ്പൂക്കളം മുഖ്യമന്ത്രി പറഞ്ഞു ഓഫീസ് സമയത്ത് അത്തപ്പൂക്കളം ഇടാൻ പാടില്ല. മുഖ്യമന്ത്രി ഉദയഭാനു പറഞ്ഞു, MS കുമാർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നില്ല മുഖ്യമന്ത്രി ആരാണ്. മുഖ്യമന്ത്രി പ്രഥമമായിട്ടത് മനസ്സിലാക്കണം. ഭരണം ഏറ്റെടുത്ത് ആദ്യഘട്ടം തൊട്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ അവഹേളിക്കുക, ആക്ഷേപിക്കുക. സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ആരാ? അതാദ്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണം. മുഖ്യമന്ത്രി ഇങ്ങനെ സമരത്തിന് പിന്തുണ നൽകിയ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാ, അവരുടെ ട്രാൻസ്ഫറിംഗ് അതോറിറ്റി മുഖ്യമന്ത്രിയാ.
മുഖ്യമന്ത്രിയുടെ സ്വന്തം ജീവനക്കാരാ, കേരളത്തിലെ മറ്റൊരു ജീവനക്കാരെ പോലുമല്ല. അവരുടെ മേഖലകളിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ വേണമെങ്കിൽ അവരോട് പറയാം, ഇത് കണക്ക് ചെയ്യാം. ഒരു സർക്കുലർ ഇറക്കിയാൽ മതി, ഒരു ചെറിയ സർക്കുലർ, 2 വരി ഒരു സർക്കുലർ ഇറക്കിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നത്തിന് പത്രമാധ്യമങ്ങളെ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനും ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ടി എൻ പ്രതാപൻ, കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് എന്താണ്? ഇല്ല, ശ്രീ എം എസ് കുമാർ, ഇപ്പോൾ രാഷ്ട്രീയമായി മാത്രം ഇക്കാര്യത്തിൽ ഇടപെടുക എന്നതാണോ ഇപ്പോൾ BJP ഉദ്ദേശിക്കുന്നത്? നിയമപരമായി നേരിടും എന്നൊക്കെ പറയുന്നു, പക്ഷേ നിയമപരമായി വലിയ തടസ്സം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. കോടതിയെ സമീപിച്ചാൽ പോലും അങ്ങനെ ഒരു നിയമ തടസ്സം മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായെന്ന് തോന്നുന്നില്ല. ശ്രീ CP ഉദയഭാനു ഇവിടെ ആ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ധാർമ്മികമായ കാര്യം മാത്രമേ ഉന്നയിക്കാൻ പറ്റുകയുള്ളൂ. എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ നിയമപാണ്ഡിത്യത്തെ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. അദ്ദേഹം വളരെ പ്രശസ്തനായ അഭിഭാഷകനാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത്, അന്ന് സാധാരണ ജനങ്ങൾ, ഈ സമരത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ സമരത്തോട് ഒരു അനുഭാവമില്ലാത്ത സാധാരണ ജനങ്ങളുടെ അവരുടെ ജീവനും സ്വത്തും ആര് സംരക്ഷിക്കും? ഈ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ഇതാണെങ്കിൽ അദ്ദേഹം നിയന്ത്രിക്കുന്ന, അദ്ദേഹം ഭരിക്കുന്ന പോലീസ് വകുപ്പിലെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ആരുടെയെങ്കിലും സഹായത്തിനെത്തുമോ? അന്ന് ഏതെങ്കിലും കാറിൽ പുറത്തിറങ്ങിപ്പോയാൽ, ഇരുചക്ര വാഹനത്തിൽ പുറത്തിറങ്ങിപ്പോയാൽ അവരെ തടഞ്ഞു നിർത്തുന്ന സമരക്കാരിൽ നിന്ന് ആ പാവത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്നല്ലാതെ അതാണോ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഒരു ഭരണകൂടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതിനെയൊക്കെ ഇത്ര നിയമപരമായി പോലും ന്യായീകരിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിയമപരം എന്തോ ആകട്ടെ, ധാർമ്മികമായി എന്താ? ശ്രീ പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് കേരള മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ദൂരം അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഈ ഔദ്യോഗിക കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ആ ദൂരം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വെറും ഒരു പാർട്ടി സെക്രട്ടറി മാത്രം ആകരുത്. റഹീമിന് പറയാം, ശ്രീ കോടിയേരി ബാലകൃഷ്ണന് പറയാം, G സുധാകരനും അതുപോലെ മന്ത്രിമാരായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുമൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തെ ജനങ്ങൾ ആരെ ആശ്രയിക്കേണ്ടത്, ആരിലാ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? അതാണ് ചോദ്യം. പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ആകണം, നിയമപരം. അത് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞല്ലോ ഈ ഇതിനെ ഓരോ ഫയലിലും ഓരോ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. ഇവിടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നില്ലേ സർക്കാർ ജീവനക്കാർ? അവർ ഉറക്കമെഴുതിയിരുന്ന ഡ്യൂട്ടി സമയത്ത് ഇല്ലാത്തപ്പോഴാണോ വന്ന് ഈ യൂണിയൻ പ്രവർത്തനം നടത്തുന്നത്? സർക്കാർ ജീവനക്കാരൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നത് ഓഫീസ് സമയത്ത് തന്നെയാണ്. നിഷേധിക്കാൻ സാധിക്കുമോ റഹീമിന്? ഓഫീസ് സമയത്തല്ലേ അവരത് ചെയ്യുന്നത്? സമരത്തിന് ആഹ്വാനം ചെയ്യാൻ പോകുന്നത് ഓഫീസ് സമയത്തല്ലേ? യൂണിയൻ്റെ ഫണ്ട് പിരിക്കാൻ പോകുന്നത് ഓഫീസ് സമയത്തല്ലേ? എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് ഓഫീസ് സമയത്ത് തന്നെയല്ലേ? അപ്പോൾ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഉറങ്ങുന്ന ഫയലുമായി സർക്കാർ ജീവനക്കാരൻ്റെ ഓഫീസിൽ കാത്തിരിക്കുന്നില്ലേ? ഇവിടെ ശ്രീ റഹീം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാര്യം ഇത് മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ പേജിലല്ല പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, മറ്റൊരു പേജിൽ നിന്നും റീപോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു ലിങ്ക് അദ്ദേഹം രണ്ടുപേരില്ല, രണ്ട് വ്യക്തികളായി കാണാൻ കഴിയില്ല. അല്ല, മാത്രമല്ല അതേ പേജിൽ തന്നെയാണ് അദ്ദേഹം ഈ ഫയലുകളുടെ പ്രസക്തിയെ പറ്റിയും ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം അതൊരു സാങ്കേതിക വ്യക്തിപരമായ അഭിപ്രായമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും അതേ ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്. CM-ന് ഒഫീഷ്യലായിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പേജ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ എഴുതുന്നത്. നിങ്ങളിത് പറയുന്നത് എങ്ങനെ ആരോപിച്ചാലും ഇതിലൊരു കുറ്റം ഞാൻ കാണുന്നില്ല. പറയട്ടെ, ഇതിനെ നിയമപരമായി ഇതിൻ്റെ എന്തെങ്കിലും മെറിറ്റോ ഡിമെറിറ്റോ ഉണ്ട് എങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് പകരം നിങ്ങളിതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കി, അതിന് സങ്കുചിതമായ അപകടകരമായ രാഷ്ട്രീയം കലർത്താൻ നോക്കിയതാണ് തെറ്റ്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമതൊരു കാര്യം, ശ്രീ CR നീലകണ്ഠൻ ഈ കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലാണ് പങ്കെടുക്കുന്നത്. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ്. ഞാൻ ചോദിക്കുന്നു, സമരത്തിന് പൂർണ്ണമായി പിന്തുണ നൽകുന്ന ഒരു അതെ, പക്ഷേ സമരത്തിന് പൂർണ്ണമായി പിന്തുണ കൊടുക്കുന്നവർ, ഞാൻ ചോദിക്കുന്നു, ഈ സമരത്തിന്റെ ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കണ്ടേ? ആ സമരത്തിന്റെ രാഷ്ട്രീയത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നു എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പറയരുതാതെ ഒരു പ്രശ്നമില്ല. ശ്രീ ഉദയഭാനു നിയമം ഉദ്ധരിച്ചുകൊണ്ട് പറയും, ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞു. ഇവിടെ ഗവർണർ പറയാൻ പാടില്ല, രാഷ്ട്രപതി പറയാൻ പാടില്ല, വൈസ് പ്രസിഡന്റുമാർ പറയാൻ പാടില്ല എന്നതിനപ്പുറത്ത് ഞാൻ പറയട്ടെ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് അത്തരത്തിലൊരു നിബന്ധന ഇല്ല, തടസ്സമില്ല. അത് പറയാൻ എന്താ? ഈ രാഷ്ട്രീയമായി ജനങ്ങൾ നേരിടുന്നൊരു പ്രശ്നം, അതിൽ അദ്ദേഹം സമരത്തിൽ എടുത്തിയാടാൻ പറയുന്നില്ല, സമരത്തിൻ്റെ ഭാഗമാകാൻ പറയുന്നില്ല. ദേശീയ തലത്തിൽ എല്ലാ വിഭാഗം സംഘടനകളും ഒരുമിച്ച് ചേർന്ന് നടക്കുന്ന ഒരു മഹാസമരത്തിൻ്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഓൺലൈൻ ലിങ്ക്, ആ ലിങ്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പേജിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നു. അതെന്തോ ഒരു മഹാ അപരാധമായി ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ജനാധിപത്യ സമരങ്ങളെ
കൊഞ്ഞനം കുത്തുന്നതിന് അല്ലെങ്കിൽ അതിനെ തടയിടുന്നതിന് തുല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശ്രീ സിയാറിനെ പോലുള്ള ആൾക്കാർ കൂടി അതിന്റെ ഭാഗമാകരുത് എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ്. ശ്രീ സിയാർ നീലകണ്ഠൻ, പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പിന്തുണയുണ്ട് താങ്കളുടെ ഭാഗത്തു നിന്നും. പക്ഷേ ശ്രീ പിണറായി വിജയൻ ഇങ്ങനെയൊരു അത് ആഹ്വാനം എന്ന് പറഞ്ഞുകൂടാ, പണിമുടക്കിനോടുള്ള ഒരു ആഭിമുഖ്യം രേഖപ്പെടുത്താം എന്നുള്ള നിർദ്ദേശം അതെന്തിനാണ് താങ്കളെ ചൊടിപ്പിക്കുന്നത് എന്നാണ് ശ്രീ എ റഹീം ചോദിക്കുന്നത്. അല്ല, എന്നെ ചൊടിപ്പിച്ചില്ല. റഹീം പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ നേരത്തെ ഉദയഭാനു സാറ് പറഞ്ഞു വളരെ കൃത്യമായി. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും ആം ആദ്മി പാർട്ടി എന്ന നിലയ്ക്കാണെങ്കിലും അല്ലാത്ത നിലയ്ക്കാണെങ്കിലും കൃത്യമായും ഇതിന് ഈ നയങ്ങളോട് പൂർണ്ണമായും ഈ സമരത്തിൻ്റെ ആവശ്യങ്ങളോട് യോജിക്കുന്നു. ഇപ്പോൾ നേരത്തെ ഉദയഭാനു സാറ് പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ മോഡിക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്, റോട്ടിലിറങ്ങി സമരം ചെയ്തിട്ടുണ്ട്. അതിന് കാരണമുണ്ട്, വെറുതെയല്ല സമരം ചെയ്തത്. അത് പക്ഷേ മുഖ്യമന്ത്രി സമരം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞില്ല. മുഖ്യമന്ത്രി പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ ഒരു സാങ്കേതികത്വ പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകളാണ് ബാക്കിയുള്ളവരെല്ലാവരും. ഞാനതാ ചോദിച്ചത്, നാളെ കളക്ടർ പണിമുടക്കിയാൽ എന്തായിരിക്കും മുഖ്യമന്ത്രി എടുക്കാൻ പോകുന്ന നിലപാട്? അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ സംശയമാണത്. കാരണം മുഖ്യമന്ത്രി അങ്ങനെ വിശദാംശം ഇടപെടുന്നതിൽ ക്ഷമിക്കണം, ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കരുത്. അദ്ദേഹം പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടില്ല. അദ്ദേഹം പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടില്ല. ഇവിടെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തവരോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമാണത്. അങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ അതൊരു തെറ്റല്ല. പക്ഷെ ഇവിടെ ഐക്യദാർഢ്യ പ്രഖ്യാപനമല്ല നടന്നത്. രണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഒരു അപരാധമല്ല. ഇവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് സമരത്തിന് ആഹ്വാനം ചെയ്യലല്ല. അദ്ദേഹം ചെയ്തിരിക്കുന്നത് ദേശീയ തലത്തിലുണ്ടായിരുന്ന ഒരു വലിയ ക്യാമ്പയിനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ പേജിൽ സജസ്റ്റ് ചെയ്തു. അതെന്താ അപരാധമായിട്ട്? സിആർ നീലകണ്ഠൻ, ഒരു പ്രചാരണ പരിപാടി, അത് CPM കേന്ദ്ര കമ്മിറ്റി ഒരു ഓൺലൈൻ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചതാണ്. അതിനെ അദ്ദേഹം സജസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പണിമുടക്കിനോടുള്ള ആഭിമുഖ്യം ആർക്ക് വേണമെങ്കിലും രേഖപ്പെടുത്താം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ല, അവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ സാങ്കേതികതയും ധാർമ്മികതയും നിയമവും നിരവധി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ അല്ലാതെ പറഞ്ഞില്ല. ഇപ്പം അതിനൊരു പ്രചരണം കൂടുതൽ സഖാവ് പിണറായി വിജയൻ്റെ പോസ്റ്റ് കൊണ്ട് കിട്ടുമെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ആളുമാണ്. പക്ഷെ അത് സാങ്കേതികമായി എനിക്കുള്ളൊരു സംശയം ഇതാണ്. അത് ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് ഉദയഭാനു സാറ് പറയുന്നു, ആയിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ നിയമം ഉദയഭാനു സാറ് പറയുന്നതിനേക്കാൾ കൂടുതൽ നിയമം പറയാനെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്താങ്ങിയിട്ടില്ല, വേണ്ട, പണിമുടക്കിനെ പണിമുടക്ക് ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം പറയാൻ സഖാവ് പിണറായി വിജയന് എല്ലാ കാലത്തും അവകാശമുണ്ട്. കാരണം അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, നേതാവാണ്. മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയം പറയണമല്ലോ മുഖ്യമന്ത്രി, അതിനും തെറ്റില്ല. ഇപ്പോൾ പണിമുടക്കിൻ്റെ കാരണങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കും. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ പണിമുടക്ക് ആഹ്വാനത്തിനെ മുഖ്യമന്ത്രി പിന്താങ്ങുന്നുവെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അത് വീണ്ടും പറയുന്നു, അതുകൊണ്ട് ഗുണമുണ്ടായെങ്കിൽ ഒരു വിരോധം എനിക്കില്ല. പക്ഷേ ഇതൊരു സംശയം ഉന്നയിച്ചതാണ്. തീർച്ചയായും ഒരു ചർച്ച വേണ്ട വിഷയമാണ്. ഞാനിതിന് പറയാൻ കാരണം, സഖാവ് EMS മുതൽ VS വരെയുള്ള മുഖ്യമന്ത്രിമാർ ഇരുന്ന കാലത്തൊക്കെ പൊതുപണിമുടക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്തും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പണിമുടക്ക് ദിവസം സഖാവ് നായനാരെ ഓഫീസിൽ പോകാറുണ്ട്. കാരണം അദ്ദേഹം പണിമുടക്കില്ലല്ലോ. സഖാവ് VS ഓഫീസിൽ പോയിട്ടുണ്ട്. കാരണം അത് പണിമുടക്കിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല, മന്ത്രിമാർ പണിമുടക്കുന്നില്ല, അതാണ് കാര്യം. മന്ത്രിമാർ പണിമുടക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മന്ത്രിമാർ പണിമുടക്കാത്ത? പണിമുടക്കിന് ആഹ്വാനമില്ലാത്തത് കൊണ്ടല്ല. ജീവനക്കാർ പണിമുടക്കണം എന്നുണ്ട്. മന്ത്രിമാരുടെ ഓഫീസിലുള്ളവർ ജോലിക്ക് വരാറുണ്ട്. കാരണം മന്ത്രിമാർ ഓഫീസിലുള്ളവർ വരാതെ മന്ത്രിമാർ പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇതിലൊരു അങ്ങനെ ഒരു കീഴ്വഴക്കം വരാമോ? അതാണ് എൻ്റെ ചോദ്യം. ആ കീഴ്വഴക്കം മറിച്ച് പാർട്ടി എല്ലാ പ്രചരണവും നടത്തട്ടെ. ഈ ആവശ്യങ്ങൾ സഖാവ് പിണറായി ഒരുപാട് പറയട്ടെ, ഒരു വിരോധം എനിക്കില്ല. പക്ഷേ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ അതിനെയും കൂടി നേരിടേണ്ടി വരും. മറിച്ച് ഇപ്പം കുമാർ ഉന്നയിക്കുന്ന കാര്യം, പൂക്കളത്തിൻ്റെ കാര്യവും ഒക്കെ എനിക്കതിനോട് യോജിപ്പില്ല. പൂക്കളം ഇടവേളയ്ക്ക് ശേഷം ഒരു ദിവസം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രി ജോലി തടസ്സപ്പെടുത്തി ഓണപ്പൂക്കളം ഇടരുതെന്ന് പറയുന്നത് ശരിയാണോ? ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യാം.